ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പതിവ് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായി കാണും എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണ് ഓരോ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും മലയാളവും പോർഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന മാർക്കുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ദിവസം കഴിയുന്തോറും നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം, അതിനുശേഷം ഇംഗ്ലീഷിലേക്ക് പോകാം. ശരിയായ പദം എടുത്തെഴുതുക. സ്രഷ്ടാവ്, ഓപ്ഷൻ സി. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. കുറച്ച് സമയം തരുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണ്. നിങ്ങൾ ചെയ്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യൂ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം ഏത്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമാണ് കൂട്ടുകൃഷി. മൺകലം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? മൺകലം, മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? സ്വാമികൾ. ലോപം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. ലോപം, കുറവ്. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം നേത്രി. അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ലേത്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. വാക്ക്, വാണി. ശരിയായി പിരിച്ചെഴുതിയത് ഏത്? ഏതാണ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ശരിയായി പിരിച്ചെഴുതിയത് ഏത്? തിരു പ്ലസ് ആതിര, തിരുവാതിര, ഓപ്ഷൻ ബി. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. They have spent dash for their son's wedding. They have spent enough for their son's wedding. Choose the opposite word for subversion. Subversionൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? subversion എന്ന് വെച്ചാൽ അട്ടിമറിക്കുക. എന്തെങ്കിലും അട്ടിമറിക്കുന്നതിനാണ് subversion എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് കംപ്ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിക്കുക. നാൻസി സെഡ് ഐ മേ ലീവ് ടുമോറോ. ഇവിടെ സെഡാണ് വന്നിരിക്കുന്നത്, അപ്പം അങ്ങോട്ടെല്ലാം പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പം നാൻസി സെഡ് ദാറ്റ് ഷീ മൈറ്റ് ലീവ് ടുമോറോ എന്നുള്ളത് എന്താകും? ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നുള്ളത് അങ്ങനെ ഓപ്ഷനിൽ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്നുള്ളത് രണ്ടെണ്ണമേ ഉള്ളൂ, അപ്പം മറ്റേത് രണ്ടും പോയി. ഇനി മേ മൈറ്റ് ആകുമെന്ന് നമുക്കറിയാം, അപ്പം ഇവിടെ ഷുഡാണ് വരുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. He is polite to everyone. Rewrite the sentence as a negative sentence without changing the meaning. അപ്പോൾ ഇതിലേതായിരിക്കും വരുന്നത്? മീനിങ് ചേഞ്ച് ആവാൻ പാടില്ല. അപ്പം ഹീ ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ, ഓപ്ഷൻ സി. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദി സ്നേക്ക് വിത്ത് മംഗൂസ്. ഏതാ വരുന്നത്? ദ വരുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ് വരുന്നത്. ദ ബാഡ് വേഴ്സ് വേസ്റ്റ്. ഇപ്പോൾ സൂപ്പർലേറ്റീവ് ഏതാണ്? വേസ്റ്റ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. യു ആർ ആൻ ഇന്ത്യൻ, ക്വസ്റ്റ്യൻ ടാഗ് ആർ പ്ലസ് നോട്ട് വരും. അപ്പോൾ ആർ ഇൻറ്റ് യു, ഓപ്ഷൻ എ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് കംപ്ലീറ്റ്. ഹാഡ് ഐ എൻറ്റേർഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ്. ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ എന്ത് വരും? വെൻ. ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ വെൻ വരും. ബ്രൂട്ടസ് സ്റ്റാപ്ഡ് സീസർ. അപ്പോൾ എങ്ങനെ വരുന്നത്? ബിഗിൻ ദ സെൻറ്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് സീസർ. അപ്പോൾ എന്ത് വരും? സീസർ സ്റ്റാബ്ഡ് എന്ന് പറയുമ്പോൾ സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ്. ഐ വിൽ പ്ലേ ഇറ്റ്. ദ ചിൽഡ്രൻ വിൽ ലേൺ ഡാഷ് ഫ്രം ദർ മിസ്റ്റേക്ക്. ഓരോ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പാരൻ്റ്ലി ഫ്രം ദർ മിസ്റ്റേക്ക്. ചിൽഡ്രൻ വിൽ ലേൺ അപ്പാരൻ്റ്ലി ഫ്രം ദർ മിസ്റ്റേക്ക്. The aeroplane dashed at the right time.
ദ എയറോപ്ലെയിൻ ഡാഷ് അറ്റ് ദ റൈറ്റ് ടൈം ടുക്ക് ഓഫ്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ ക്യാറ്റ് ഡാഷ് ദ മൈസ്, ക്യാറ്റ് ഈറ്റ്സ് ദ മൈസ്. ദർ വാസ് ഡാഷ് ട്രാഫിക് ഓൺ ദി വേ, ദർ വാസ് ഡാഷ് ട്രാഫിക് ഓൺ ദി വേ. ഏതാ വരുന്നത്? ഹെവി ട്രാഫിക്. ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ആൻ അണ്ടർലൈൻഡ് ആൻസർ. ദേ ലിവ്ഡ് ഹിയർ ഫോർ ലോങ് ലിവിങ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? ഹിയർ എന്നുള്ളത് ആൻസർ ആയിട്ട് വരണം. അപ്പോൾ എവിടെയാണ് താമസിച്ചത്? വേർ ഡു ദേ ലിവ്? ഓപ്ഷൻ ബി. ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദി ഫാക്ട്. എൻ്റെ ഫ്രേസ് ഏതാണ്? ഹാഡ് നോട്ട് ഫോർഗെറ്റൻ, വാസ് അവെയർ ഓഫ് ദി ഫാക്ട്. ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈബ്. അഴിമതിക്കാർ പൈസ വാങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ എന്താ? അക്സെപ്റ്റഡ്. ഓപ്ഷൻ എ. എ ഗവൺമെൻറ് റൺ ബൈ ഡിക്റ്റേറ്റർ ഈസ് ടേംഡ് ആസ് ഓട്ടോക്രസി. Bag and baggage means with all one's belongings. Bag and baggage means with all one's belongings. He dash in the States, but he still doesn't have a command over the English language. ഏതാ വരുന്നത്? He has been living. Compare the following using appropriate phrasal verb. The boy was dashed by his uncle. Brought up. Brought up ഉണ്ട്, brought up ഉണ്ട്. ഏതാ വരുന്നത്? brought up. ഉപകാരപ്രദം. നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.